കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. നല്ല തിരക്കാണ്, പള്ളിവേട്ടയല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കുകളാണ്. ഭഗവാൻ ഇനിയിപ്പോൾ പള്ളിവേട്ടയ്ക്കായിട്ട് ഇറങ്ങും. ദീപാരാധനയ്ക്ക് ശേഷം ഇന്ന് കൊടിമരച്ചൂട്ടിലാണ് ദീപാരാധന. ആ ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവേട്ടയ്ക്കായിട്ട്, അതേപോലെ നഗരപ്രദക്ഷിണം, പറയെടുപ്പും ഒക്കെ ഇന്ന് വളരെ ഗംഭീരമായ തോതിൽ നടക്കും. ദർശനത്തിനൊക്കെ ഇനി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാണാനായിട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് നാളികേരമൊക്കെ മുട്ടൊക്കെ അറുത്ത് നമുക്ക് പോരാം. അങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ കിടക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ ഇടത്തെ ഭാഗത്തുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. വലതുവശത്തെ നരസിംഹ അവതാരം കാണിച്ചു കൊടുത്ത ആ തൂണും നോക്കി തൊഴുക. അതിനുശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ആനയെ കാണണം കേട്ടോ. താഴത്ത് കാണുന്നത് വലിയൊരു ആന, അതിൻ്റെ മുകളിൽ കാലുകൾ കാണാനുണ്ട്, കാൽ വളകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് വളരെ രസമായിട്ടുള്ള ഇന്ന് ശരിക്കും പള്ളിവേട്ട ചടങ്ങ് തന്നെയാണ് അകത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കയ്യിൽ വില്ലും അമ്പുമൊക്കെ ആയിട്ട് പള്ളിവേട്ടയ്ക്കായിട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ രൂപമാണ് ഇന്നിപ്പോൾ ഉള്ളത്. ഉണ്ണിക്കണ്ണൻ ഇന്ന് പള്ളിവേട്ടയ്ക്കായിട്ട് ഇറങ്ങുകയാണ്. ആ രൂപം ആണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ചും ആ അലങ്കാരം കൊണ്ട്, കളഭം കൊണ്ടുള്ള അലങ്കാരമാണ്. പിന്നെ ഉണ്ടമാലകൾ കാണാനുണ്ട്, 2 ഉണ്ടമാലകൾ കാണാനുണ്ട്. അതേപോലെ തിരുമുടിമാല ഉണ്ട്, തിരുമുടിമാല 2 ഉണ്ട്. പീലി തിരുമുടിയൊക്കെ കെട്ടിയിട്ട് നല്ല വലിയ ആളായിട്ട് തന്നെയാണ് ഇന്ന് എന്താ പറയുക, വേട്ടയ്ക്കായിട്ട് പോകുന്ന ആ രൂപമാണ് ഇന്നത്തെ കളഭാലങ്കാരം. ഇന്നത്തെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് പഴയം സുമേഷോദിക്കനാണ്. വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അത് കളഭം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ നമ്മളെല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലാണ്. എന്നിട്ട് ആ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അതങ്ങോട്ട് മനസ്സിൽ വിചാരിക്കുക. എന്നെ ശ്രവിക്കുന്ന ഏത് സമയത്താണെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നമ്മൾ ഉച്ചപൂജ കണ്ട് തൊഴുകയാണ് എന്നുള്ള ആ ചിന്തയിൽ എല്ലാവരും തൊഴുതോളും. അങ്ങനെ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ്, അതായത് ആ പള്ളിവേട്ടയ്ക്ക് പോകുന്ന നല്ല രാജകീയ പ്രൗഢിയോടുകൂടിയ ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. അത് തൊഴുതതിന് ശേഷം നമുക്ക് പതുക്കെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം, അതേപോലെ അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴാം. അതുപോലെ നേരെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് പോവാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് പോയിട്ട് വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വിഘ്നേശ്വരനെ കണ്ട് തൊഴുത് ഏത്തൊക്കെട പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്ത് വന്ന് സരസ്വതി ദേവിനെയും കണ്ട് തൊഴുക. ആ ഫോട്ടോ കാണാം, കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണം. അപ്പോൾ സരസ്വതി ദേവിനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് പിന്നെ പതുക്കെ അങ്ങനെ പോരുമ്പോൾ ആ കോർണറിലുള്ള ഗണപതിനെയൊക്കെ, ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് നമ്മളിങ്ങനെ പോരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള 4 വിഗ്രഹങ്ങൾ കാണാം. അതൊക്കെ തൊഴാം. പിന്നെ മേൽശാന്തിയുടെ അവിടെ മേൽശാന്തി ഇരിക്കുന്നുണ്ട്, അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് പിന്നീടുള്ള വാമന രൂപം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തുള്ള മഹാവിഷ്ണുവിനെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. പിന്നെ നേരെ ചെല്ലുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ നിറയെ മാലകളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ നിന്ന് തൊഴുക. അതിനുശേഷം നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തേക്ക് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പിന്നീട് വീണ്ടും നമ്മൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര രൂപങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണാം. അതൊക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കാണാം. കൃഷ്ണൻ്റെ അവിടെ നിന്ന് തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അതിനുശേഷം മുരുകനെ കാണാം. മുരുകൻ്റെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ തന്നെ കുങ്കുമം കൊണ്ട് ധാരാളം അഭിഷേകമുണ്ട്. പിന്നെ മാലയൊന്നും കാണാനില്ല. എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു. പിന്നീട് നമ്മൾ രാധാകൃഷ്ണനെ വിഗ്രഹമൊക്കെ കാണാം. അതിനുശേഷം ഓവിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിക്കാം. പിന്നീട് കുറച്ചിങ്ങോട്ട് പടിഞ്ഞാറോട്ട് നീങ്ങിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താമരക്കണ്ണൻ ഇപ്പോൾ ഉള്ളത് വരച്ച ആ പെയിൻറ്റിങ് നമുക്ക് കാണാൻ വടക്കേ നടയിൽ വന്നാൽ ചെറുതായിട്ട് അതിനെ നോക്കിയാൽ കാണാം കേട്ടോ. ഉള്ളിൽ പോവാതെ തന്നെ താമരക്കണ്ണനെ കാണാൻ പറ്റും. പക്ഷെ വല്ലാതെ തിരക്കുണ്ടാവാൻ പാടില്ല എന്ന് മാത്രം. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് വീണ്ടും നമ്മൾ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ടു. അതേപോലെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് നമുക്കിങ്ങനെ സങ്കല്പിക്കാം. വെണ്ണയൊക്കെ കൈ പിടിച്ചിട്ടാണ് നൃത്തം ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ സങ്കല്പിക്കാം. ആ പീലിത്തിരിമുടിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു രൂപം നൃത്തം ചെയ്യണ രൂപമായിട്ട് സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ അത് കാണാം. ഏത് തരത്തിലാണോ നമ്മൾ ചിന്തിക്കണത് ആ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ ആ രൂപം ദിവ്യരൂപം തെളിഞ്ഞു വരും. അങ്ങനെ കണ്ടു തൊഴാം. വീണ്ടും നമ്മൾ കൃഷ്ണാട്ട രൂപം കാണാം. അതേപോലെ ആ കുറൂരമ്മേനൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ വരാം. അങ്ങനെ വന്ന് നേരെ ആ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. വീണ്ടും നമ്മൾ വരുന്നത് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അവിടേക്കാണ്. ഭഗവതിക്കൊക്കെ അതീവ എന്താ പറയുക സന്തോഷത്തോടു കൂടിയാണ്. ഇന്നിപ്പോൾ പള്ളിവേട്ടയാണ്. അപ്പോൾ രാത്രി അതിൻ്റെ കാഴ്ചയൊക്കെ കാണാമല്ലോ എന്ന് ഭഗവതിയും ചിന്തിക്കണതേ. സഹോദരൻ്റെ ഉത്സവമാകുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ നാളെ ഇപ്പോൾ നമ്മളെ ഇവിടെ വെച്ചിട്ടല്ലേ ആ ഉച്ചപൂജയൊക്കെ ഉണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഭഗവതി. നാളെ ആറാട്ട് കഴിഞ്ഞാൽ ഉച്ചപൂജയൊക്കെ അവിടെ വെച്ചിട്ടാണ്, ഭഗവതിയുടെ നടയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ നമുക്ക് ഭഗവതിനെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കണ്ടു തൊഴുതു. പിന്നീട് നമ്മളിങ്ങനെ പോരുമ്പോൾ നേരെ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. മനസ്സിൽ മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിൽ മമ്മിയൂരപ്പൻ്റെ രൂപം തെളിയും. അപ്പോൾ ആ ഒരു ശക്തി നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തുലാഭാരം കാണാം. തുലാഭാരത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ ആൾ രൂപം കാണാം. അതേപോലെ കുന്നിക്കുരു വരുന്ന സ്ഥലം കാണാം. അതൊക്കെ കണ്ട് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് അമ്പും വില്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ വീണ്ടും കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തുക. കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാം. ഇന്നിപ്പോൾ കൂത്തൊന്നുമില്ല, കൂത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ വരെ കൂത്തൊക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അതൊന്നുമില്ല. അതേമാതിരി പുറത്തെ പഴുക്കാ മണ്ഡപമൊന്നുമില്ല. ഇന്ന് വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പഴുക്കാ മണ്ഡപം കിഴക്കേ നടയിൽ കൊടിമരത്തിൻ്റെ അവിടെ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ ഇന്നൊന്നാളെ, വേറെ ദർശനമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നു. അയ്യപ്പസ്വാമിയെ കാണുക, അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ശ്രീഭൂതനാഥനെ ഒന്ന് പ്രദക്ഷിണമായി നേരെ
പടിഞ്ഞാറേ ഭാഗത്തേക്ക് വരികയാണ്. പടിഞ്ഞാറേ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ആ മുരളീധര സ്വരൂപമായിട്ടുള്ള കാഴ്ച കാണാം. അങ്ങനെ ഒന്ന് പിറകിലോട്ട് ഇറങ്ങി നിന്നാൽ നേരെ കാണുന്നത് കൊടിമരമാണ്. കൊടിമരത്തിൻ്റെ മുകളിൽ വേണുഗോപാല സ്വരൂപം കാണാം, കണ്ട് തൊഴാം. അപ്പോൾ ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു തൊഴുത അനുഭവം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഇനി വൈകുന്നേരം പള്ളിവേട്ട ചടങ്ങുകളും നാളെ പുലർച്ചെ ആറാട്ടിന് മുൻപുള്ള കാര്യങ്ങളും, അതായത് ഭഗവാൻ നാളെ എന്താ പറയുക, നിർമ്മാല്യ ദർശനമല്ലേ, നിർമ്മാല്യ ദർശനമൊക്കെ ഉച്ചയ്ക്കല്ല, രാവിലെ ഒരു 6-7 മണി ഒക്കെ ആകുമ്പോഴാണ് ആ പശുക്കിടാവിനെ കൊടന്ന് കെട്ടിയിട്ട് ആ പശുവിൻ്റെ ആ ഒരു വായ്ത്താരി കേട്ടിട്ട് മാത്രമാണ് നമ്മുടെ ഭഗവാൻ ഉണരുക. അതേപോലെ പള്ളി ഉറക്കമൊക്കെ ഒന്ന് മണ്ഡപത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.